ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വിശപ്പിന്റെ ആത്മീയത ധ്യാനിക്കാം. ഭൂമിയിലെ സങ്കടങ്ങൾക്കിടയിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുണ്ട്. ഭൂമിയിൽ ദുഃഖവും വേദനയും വിശപ്പും അനുഭവിക്കുന്ന ഓരോ വ്യക്തിയിലും ദൈവത്തിന്റെ മനസ്സും ഹൃദയവും കാണാം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു വിശക്കുന്ന വലിയൊരു സമൂഹത്തെ തൻ്റെ അനുകമ്പ കൊണ്ട് വലിയ സാന്ത്വനമരുളി വിശപ്പടക്കി സമാധാനത്തോടെ അയക്കുന്നതാണ് കാണുക. യേശുവിനോടൊപ്പം വചനം കേട്ട് 3 ദിവസമായി ആ ജനം കൂടെ ഉണ്ടായിരുന്നു. അവരെ വിശപ്പോടെ തിരികെ പറഞ്ഞയക്കുവാൻ യേശുവിന് മനസ്സാകുന്നില്ല. ഒരുപക്ഷെ അവർ വഴിയിൽ വീണുപോകുമോ എന്ന് യേശു ആശങ്കപ്പെടുന്നു. ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങളവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. 7 അപ്പവും ഏതാനും കുഞ്ഞു മത്സ്യങ്ങൾ മാത്രമേ കയ്യിലുള്ളൂ എന്ന് വേദനയോടുകൂടി പറയുമ്പോൾ യേശു പറയുന്നു, അത് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഉണ്ടായിരുന്നവ നൽകപ്പെട്ടപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിലേക്ക് അവിടുന്ന് ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്ത് ആശീർവദിച്ച് മുറിച്ച് അത് പങ്കുവച്ച് നൽകുന്നു. 4000-ഓളം വരുന്ന വലിയൊരു ജനാവലി മുഴുവനും ഭക്ഷിച്ച് തൃപ്തരാകുന്നു. വീണ്ടും ബാക്കിയുണ്ടാകുന്നു. ഇതാണ് ക്രിസ്തു. എല്ലാവരെയും സംതൃപ്തരാക്കുന്ന സ്നേഹത്തിന്റെ അടയാളമാണ് ക്രിസ്തു. കമ്പാഷൻ എന്ന് പറയുന്ന ഒരു പദമുണ്ട്. അനുകമ്പ എന്നാണ് മലയാളത്തിലെ അതിൻ്റെ അർത്ഥം. എന്നാൽ ലത്തീൻ പദമായ കുംപാസിയോ എന്ന് പറയുന്ന 2 പദങ്ങളിൽ നിന്നാണ് ഈ വാക്ക് ഉണ്ടായത്. ആ വാക്കിന്റെ അർത്ഥമാകട്ടെ കൂടെ സഹിക്കുക, ഒന്നിച്ച് സഹിക്കുക എന്നീ അർത്ഥമാണ്. സഫർ വിത്ത്, സഫറിങ് ടുഗെദർ. നോക്കൂ, ക്രിസ്തു ആ ജനത്തിന്റെ വേദനയിൽ, സങ്കടത്തിൽ ഭാഗഭാക്കാകുന്നു. അവരെ പ്രയാസത്തിലൂടെ കടന്നു പോകുവാൻ അവിടുന്ന് അനുവദിക്കുന്നില്ല. അവർക്ക് ആശ്വാസമായി മാറുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ ആകേണ്ടത് എന്ത് എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന കൃപയുടെ പാഠം കൂടിയാണ് ഇന്നത്തെ സുവിശേഷം. അനുകമ്പ അപ്പമായി മാറണം. എനിക്ക് സങ്കടമുണ്ട്, വേദനയുണ്ട്, പ്രയാസമുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ ദുഃഖത്തിൽ, വേദനയിൽ, സങ്കടങ്ങളിൽ, വിശപ്പിൽ കടന്നു പോകരുത്. അവർക്ക് അപ്പമായി മാറണം, സാന്ത്വനമായി മാറണം, കൂടെ നിൽക്കണം, അവരുടെ പ്രതിസന്ധിയിൽ ഇടപെടണം. ഇത് വലിയൊരു ദൗത്യമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സ് സ്വന്തമാക്കാം. അവരന്റെ വേദനയിൽ അനുകമ്പ കാണിക്കുന്ന ക്രിസ്തു ഈ കാലഘട്ടത്തിൽ നമ്മളിലൂടെ ജീവിക്കട്ടെ. നാം മറ്റുള്ളവർക്ക് നൽകുന്ന കാരുണ്യത്തിൽ, നന്മയിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ക്രിസ്തുവിന്റെ ഹൃദയം സ്വന്തമാക്കി ഈ കാലഘട്ടത്തിൽ അവരന് സാന്ത്വനമാകുവാൻ, വിശക്കുന്നവന് അപ്പമാകുവാൻ, ദാഹിക്കുന്നവന് ദാഹജലമായി, സങ്കടപ്പെടുന്നവന് ആശ്വാസത്തിന്റെ തണലായി കൂടെ വസിക്കുവാൻ കർത്താവിന്റെ വലിയ കൃപാവരം നമ്മുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.